സാറിൻ്റെ ഫാമിലിയുടെ അസോസിയേഷൻ ഇതൊക്കെ ഒന്ന് പറയാമോ സാർ? ഫാമിലി ഞങ്ങൾ ബ്രദേഴ്സാണ്. ഞങ്ങൾ 8 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ്. പിന്നെ എൻ്റെ മദറിനും ഫാദറിനുള്ളത്. ഒരാൾ മരിച്ചുപോയി. എൻ്റെ മക്കൾ 4 പേരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. അപ്പം ബാക്കിയുള്ള 3 പേര് ഞങ്ങളെല്ലാവരും തൊട്ടടുത്താണ്. പിന്നെ ഇത് എന്താ ആഘോഷങ്ങൾ എന്താണെങ്കിലും ഒരുമിച്ചായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഞങ്ങൾ ബിസിനസ് ഒരുമിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും അറിഞ്ഞിട്ട് ചെയ്യുന്നു. ഒരു ഫാമിലി എന്നുള്ളതിനെ ഒരു കൃത്യമായിട്ട് പലപ്പോഴും പല ആൾക്കാരും അത് പറയാറുണ്ട്. ഞങ്ങളൊരു വളരെ ഒരുമയോട് കൂടി ഇത്രയും വലിയ ഇതായിട്ടും എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫാമിലി എന്നുള്ള പേര് അവിടെ പൊതുവേ ഉണ്ട്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പെരുന്നാൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഇതേപോലുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും എല്ലാവരും അവിടെ എത്തും. കുട്ടിക്കാലത്ത് സാർ ആസ് എ സ്റ്റുഡൻറ്റ് എങ്ങനെയായിരുന്നു സാർ? സാധാരണഗതിയിൽ പിന്നെ ഞാൻ അവിടെ ക്ലാസ്സിൽ 5ാം ക്ലാസ് മുതൽ പിന്നെ ഞാൻ പഠിക്കുന്ന ആ സമയങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ വികൃതി കാണിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് പറ്റില്ല. കാരണം എന്താ, ഞാൻ അവിടെ ക്ലാസ് ലീഡറാണ് അല്ലെങ്കിൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കണം. അതൊരു പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ എല്ലാവരും അച്ചടക്കത്തോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അല്ല നമ്മുടെ ഹെഡ് ടീച്ചർ വരും. ആരും മിണ്ടാതെ പിന്നെ ഇരിക്കണം. ആരും പേരെഴുതേണ്ട ഉത്തരവാദിത്വം ക്ലാസ് ലീഡർക്കാണ്. പിന്നെ എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വികൃതി കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കോളേജിലൊക്കെ പോകുമ്പോൾ കോളേജിൽ ഞാൻ അവിടുത്തെ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആ ഒരു വികൃതി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്. പക്ഷെ അന്നത്തെ കാലത്ത് വികൃതി ഇല്ലല്ലോ. അന്ന് ഇത്ര ഈ ഒരു ഇതൊന്നും ഇല്ല. അല്ല, എപ്പോഴെങ്കിലും അതായത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക മിക്കവാറും ഒക്കെ എല്ലാവരും ചേരുന്ന കാര്യങ്ങളാണ്. അതൊരു വികൃതി. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഹിന്ദി സിനിമകൾക്ക് പോകാറുണ്ടായിരുന്നു. പഴയ കാലത്ത് ഹംരാസ് അങ്ങനെയൊക്കെയുള്ള ആ പടങ്ങൾ ഇറങ്ങിയ കാലത്ത് അന്ന് ഞങ്ങൾ ഹിന്ദി പിന്നെ സിനിമയ്ക്ക് പോകും. അതെങ്ങനെ ഗ്യാങ് ആയിട്ടാണോ പോകുന്നത് അതോ? ഗ്യാങ് ആയിട്ട് പോകും. അല്ലെങ്കിൽ കഴിയില്ല, ഗ്യാങ് ആയിട്ട് പോകും. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ പക്ഷേ സ്കൂൾ പഠിക്കുന്ന കാലത്തൊന്നും പിന്നെ നടക്കാൻ കഴിയില്ല. അത് വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്നാണ് സിനിമ കാണുന്നത്. ഭക്തകുചേല എന്നാണ് ഞാൻ കണ്ട സിനിമയുടെ ആദ്യത്തെ പേര്. കാരണം സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി എല്ലാ കുട്ടികളെയും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ബെഞ്ചിലിരുന്ന് ഞങ്ങളെല്ലാ കുട്ടികളോടും കൂടി ഭക്തകുചേല. അതൊരു ഭയങ്കര വിസ്മയമില്ല? പിന്നെ അത്ഭുതമല്ലേ ഭക്തകുചേല എന്ന് പറഞ്ഞ കഥ അറിയാം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്താണ്. അത് മനസ്സിൽ നിന്ന് പോകാത്ത ഇപ്പോഴും എങ്ങനെ എന്തായിരുന്നു ഭക്തകുചേല എന്നുള്ള ആ പടത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിനുശേഷം കുറേ സിനിമ ഉണ്ടാക്കി കുറേ പടം കണ്ടു. പലപ്പോഴും ഇത് മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ആദ്യം കണ്ട സിനിമ. ഈ കോളേജിൽ സാർ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ എൽഡർ ബ്രദർ എന്നെ കണ്ടു. അപ്പം മൂത്ത ബ്രദർ. അപ്പോൾ ആ വീട്ടിൽ പറഞ്ഞ് അങ്ങനെ ചെറിയൊരു പ്രശ്നമായി. അതാണ് പിന്നെ അടിയെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കോളേജ് പഠിക്കുന്ന സമയത്ത് സാറിൻ്റെ എന്തായിരുന്നു സാറിൻ്റെ ഒരു അംബിഷൻ? അതായത് അന്ന് പൊളിറ്റിക്സിൽ ഇല്ലല്ലോ. ഇല്ല, പൊളിറ്റിക്സേ ഇല്ല. അന്ന് പിന്നെ വാസ്തവത്തിൽ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബം ഒരു കൃഷിക്കാരാണ്. അപ്പോൾ ഞാനൊരു അധ്യാപകനാണെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു ഓഫീസിലൊരു ജോലി എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ കുറേ കാലം ഉണ്ടായി. ഗൾഫിലാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു തുടക്കം ഗൾഫിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൾഫിൽ നിന്നും പിന്നെ മടങ്ങി വന്ന് പിന്നെ ഇവിടെ ബിസിനസ് ചെയ്ത്. എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ? ഞാൻ ഗൾഫിൽ കൃത്യമായിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 16 വർഷം ഉണ്ടായിരുന്നു. 16 years. അപ്പോൾ ഈ ഗൾഫിലുള്ളപ്പോഴാണ് കല്യാണം കഴിയുന്നത്? ആ, ഗൾഫിലുള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ കേരളത്തെക്കുറിച്ച് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കുമല്ലോ സാർ? പിന്നെ അതല്ല, പഴയ കാലത്ത് ഗൾഫിൽ നിൽക്കുമ്പോഴേ ഞാനൊക്കെ പോയത് 1981-ലാണ്. 81-ൽ പോകുമ്പോൾ നമുക്ക് പിന്നെ നാടുമായിട്ട് ഒരു ബന്ധവുമില്ല. പേപ്പർ കിട്ടുന്ന 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മലയാള പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 days കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെലിവിഷൻ ഇല്ല. പിന്നെ ആകെ കിട്ടുന്നതാണ് മറ്റേ ഈ ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ പാട്ടുണ്ടല്ലോ, അത് നമുക്ക് അവിടെ ഗൾഫിൽ കിട്ടും. ഒരു അരമണിക്കൂർ മലയാളം പാട്ട് കിട്ടും. അതാണ് നമ്മൾ അത് മാത്രം അതിന് വേണ്ടി. പിന്നെ സിനിമ വരും, വെള്ളിയാഴ്ച മാത്രം അവിടെ സിനിമ വരും. അത് പിന്നെ ഹിന്ദി പടമായിരിക്കും. അല്ല, മലയാള പടം. ഹിന്ദി പടം ഉണ്ട്. ഹിന്ദി പടം അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. മലയാള പടം അവിടെ വരുന്നത് വെള്ളിയാഴ്ച മാത്രമാണ്. അതിനുള്ള ആളുണ്ടാവും. അപ്പോൾ അന്ന് തിയേറ്റർ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് അന്ന് മലയാള പടം പിന്നെ കളിക്കുന്നുണ്ട്. അത് കുറച്ച് കാലം ഇവിടെ റിലീസ് ചെയ്ത് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം അവിടെ സാധാരണ വരിക. ഇപ്പോൾ അവിടെ സൈമൾട്ടേനിയസ് റിലീസാണ്. ഇപ്പോൾ മലയാളികൾക്ക് പിന്നെ കേരളത്തെക്കാട്ടിലും ഇഷ്ടം ദുബായിയാണ്. കാരണം ഇവിടുത്തെക്കാട്ടിലും അവിടെ ഫാസ്റ്റായിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും സിനിമകൾ സാർ പ്രൊഡ്യൂസ് ചെയ്തു, കാണാനാണെങ്കിൽ ഉഗ്രം ഗ്ലാമറും. എന്തുകൊണ്ട് സാർ സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് ആലോചന നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ രാധാമാധവ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ, സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ കണ്ടപ്പോൾ അതിനകത്ത് സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്നത്. എനിക്കൊരു അന്ന് നമ്മളൊരു തിരുവനന്തപുരത്തുള്ള ശ്രീ ജെയിംസ് അന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു ആ പടത്തിൽ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ. അദ്ദേഹം വന്നില്ല.
എല്ലാം ലൈറ്റ് അപ്പ് ചെയ്തു. അദ്ദേഹം വരുന്നതായിരുന്നു ഞങ്ങൾ വിചാരം. പക്ഷേ രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു പുള്ളിക്ക് ഒരു കലാകാരൻ്റെ റോൾ, വരയ്ക്കുന്ന കലാകാരൻ്റെ റോളായിരുന്നു. ഇന്നസെന്റിന്റെ കൂടെ ഒരു കാര്യത്തിൽ അഭിനയിക്കാൻ പുതുതായിട്ട് ഒരാൾ വന്നാൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ നമുക്കറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു സീനിൽ മാത്രം 1-2 സീനിൽ അഭിനയിച്ചു. അതാണ് മാത്രമാണ്. അതോടുകൂടി ആ പണി നിർത്തി. എന്തായിരുന്നു സാർ ആ സിനിമ അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അല്ല, അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടപ്പോൾ വളരെ നന്നായിട്ട് സാർ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതൊരു വളരെ കാഷ്വലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, അത് വേറൊന്നുമല്ല. അത് അബദ്ധത്തിൽ വന്ന് പോയതാണ്. പിന്നെ ലോഹിതദാസ്, ഉണ്ണിത്താനായിരുന്നു എൻ്റെ ഡയറക്ടർ. ശ്രീ ലോഹിതദാസും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടി നിർബന്ധിച്ച് വേറെ ആളില്ല, നിങ്ങൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അഭിനയിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ അഭിനയിക്കേണ്ടതായിട്ട് വന്നു. രാധാമാധവത്തിൽ നല്ല പാട്ടുകളായിരുന്നു സർ, സൂപ്പർ സബ്ജക്റ്റ് ആയിരുന്നു, നല്ല ഫിലിമായിരുന്നു. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് സിനിമയുടെ? ആ പടം നമ്മളെ മദ്രാസിൽ വെച്ച് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കണ്ട ആൾക്കാരും നമ്മുടെ ഇതിൽ സെൻസറിങ്ങിന് വന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് എന്ത് പടം, ബ്യൂട്ടിഫുൾ മൂവി, വളരെ നല്ല പടം. അപ്പോൾ അന്നൊക്കെ പറയാറുണ്ട് മദ്രാസിന് നല്ല ഒപ്പീനിയൻ ഉണ്ടായ നാട്ടിൽ പൊട്ടും, മദ്രാസിലെ മോശം ഒപ്പീനിയൻ ആണെങ്കിൽ നാട്ടിൽ നല്ല പടമായിട്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. എനിക്ക് 2 അനുഭവം ഉണ്ട് അതിൽ. ഈ പടത്തിൽ വേറെ ഏതാണ് സാർ അനുഭവം? അമരം മദ്രാസിൽ അത് പൊളിഞ്ഞു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അമരം പടം അയ്യോ ഇത് ഒരിക്കലും ഓടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വലിയ കഥയാണ്. അപ്പോൾ ഇത് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള പടമാണ്. പക്ഷേ ഇതിൽ നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൃഷ്ണ നീ ബേഗനെ ബാരു എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട് മ്യൂസിക് ഡയറക്ടർ എല്ലാവരും കൂടി വളരെ ഇതായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമായിരുന്നു. നമുക്ക് ആ പാട്ട് കേൾക്കാം സാർ. കൃഷ്ണ നീ ബേഗനെ ബാരു, കൃഷ്ണ നീ ബേഗനെ ബാരു, കൃഷ്ണ നീ ബേഗനെ ബാരു, 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 കൃഷ്ണ നീ ബേഗനെ ബാരു. ബഗനെ ബാരോ മുഖബന്നെ തോരോ, ബഗനെ ബാരോ മുഖബന്നെ തോരോ, കൃഷ്ണ നീ ബേഗനെ ബാരോ, കൃഷ്ണ നീ ബേഗനെ ബാരോ, 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 കൃഷ്ണ നീ ബേഗനെ